സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഐക്യൂടെ Z9S ഓൾറെഡി ഒരു 20,000 രൂപ റേഞ്ചിൽ ഐക്യൂടെ Z9 ഉണ്ട്. അപ്പോൾ അതേ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഐക്യു Z9S എന്ന് പറയുന്ന ഒരു പുതിയ മോഡൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ Z9S വന്നിട്ടുള്ള മാറ്റങ്ങളും സോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ഇതിൻ്റെ പ്രൈസാണ്. ഇത് മെയിനായിട്ട് 3 വേരിയൻ്റായിട്ടാണ് വരുന്നത്. ഒന്ന് ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 8GB 128GB ആണ്. ഇത് നോർമലായിട്ടുള്ള പ്രൈസ് 19,999 ആണ്. ബട്ട് ഓഫർ ഉണ്ട്. ഓഫർ പ്രൈസിൽ 17,999 കിട്ടുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB 256GB ആണ്. ഇതിൻ്റെ പ്രൈസ് 21,999. ഏറ്റവും ടോപ്പ് മോഡലായിട്ടുള്ള 12GB 256GB വേരിയൻ്റെ പ്രൈസ് 23,999 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നോർമലായിട്ടുള്ള പ്രൈസ് 19,999, അതായത് ഐക്യു Z9 സെയിം ആയിട്ടുള്ള പ്രൈസ്. ഇനി ഇതിൻ്റെ ഡിസൈൻ, ഇതിന് മുൻപേ നമ്മൾ വിവോയുടെ V വിവോ V40 കണ്ട എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ വരയും കുറിയൊക്കെ മാറ്റം വന്നേക്കാം. എല്ലാത്ത രീതിയിൽ ഒറ്റ നോട്ടത്തിൽ സെയിം ആ ഒരു വിവോ ഫോൺ തന്നെയാണ്. അപ്പം അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഫോൺ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഐക്യു ഫോണിൽ വന്നിട്ടുള്ളത്. സോ ഡിസൈൻ വൈസ് ഇറ്റ്സ് ബെറ്റർ. ഇപ്പോൾ കഴിഞ്ഞ ഐക്യു Z9 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഇപ്രാവശ്യം Z9S വന്നിട്ടുള്ളത്. സോ ഡിസൈൻ വൈസ് ഇറ്റ്സ് ഗുഡ്. ഇനി വെയിറ്റ് പറയുകയാണെങ്കിൽ 180 ഗ്രാം 7.5 mm മാത്രമേ തിക്നെസ് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല തിക്നെസ് കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. അതും എടുത്തു പറയാൻ തന്നെയാണ്. പിന്നീട് IP64 വാട്ടർ ആൻഡ് ഡസ്റ്റ് റേറ്റിങ്ങും ഒക്കെ തന്നെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 2 കളർ വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ ഉഗ്രൻ തന്നെയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. സോ നോർമൽ ആയിട്ടുള്ള ബിൽഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ 6.77 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120Hz ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടറോള അങ്ങനെ ചില ബ്രാൻഡ് മാത്രമേ കേർവ്ഡ് ഡിസ്പ്ലേ വരുന്നുള്ളൂ. പക്ഷേ ഐക്യൂയും ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സോ കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവരാണെന്നും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാണാൻ തന്നെ ഒരു കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ഡിസൈൻ എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഈ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫോൺസ് എന്ന് പറയുന്നത്. സോ ബെറ്റർ, കാണാൻ തന്നെ ഒരു നല്ല രസമാണ് കേർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പം അത് ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നോർമൽ സെറ്റപ്പ്, അത്യാവശ്യം ഒരു ബെസ്റ്റ് സെറ്റപ്പ് എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാമറ ആണെങ്കിൽ തന്നെ 15 MB സോണിയുടെ IMX882 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് 2 MB മാക്രോ ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. ഇതേ സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഐക്യൂടെ Z9 വരുന്നത്. സോ ക്യാമറയിൽ വ്യത്യാസം തന്നെ വരുന്നില്ല. പിന്നീട് റിയർ ക്യാമറയിൽ 4K തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സെൽഫി ആണെങ്കിൽ 16 MB സെൽഫി ക്യാമറയാണ്. അതിൽ ഫുൾ HD വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഐക്യു Z9 യൂസ് ചെയ്ത രീതിയിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് ആ ഒരു ഫോൺ ഉണ്ടായത്. അതേ സെയിം എക്സാക്ട്ലി ഓൾമോസ്റ്റ് അതിനെക്കാട്ടി കുറച്ചും കൂടെ എക്സാക്ട്ലി കുറച്ചും കൂടെ ബെറ്റർ ക്യാമറ എന്തായാലും ഈ ഒരു ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ചിപ്സെറ്റൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ Dimensity 7300 എന്ന പ്രോസറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. ആൻഡ് സ്കോർ പറയുകയാണെങ്കിൽ അറൗണ്ട് 7 lakhs ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസും ഇതിന് വരുന്നുണ്ട്. LPDDR4X റാമും USF 2.2 സ്റ്റോറേജ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഫൺ ടച്ച് ചോയ്സ് ആണ്. ബേസ്ഡ് ഓൺ Android 14 തന്നെയാണ്. പിന്നീട് 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഐക്യു ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസ് കഴിഞ്ഞ ഐക്യു Z9 എനിക്ക് തോന്നുന്നു Dimensity 7200 ആണ്. വലിയ വ്യത്യാസമില്ല, എന്നാലും പേരിൽ തന്നെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. എന്നല്ലാതെ ഗംഭീര വ്യത്യാസം തന്നെ പെർഫോമൻസ് കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ട. സോ മറ്റേതുപോലെ തന്നെ കരുതിയാൽ മാത്രം മതി. ഇനി ബാറ്ററി ആണെങ്കിൽ തന്നെ 5500 mAh ബാറ്ററി, 44 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഇൻ ദ ബോക്സ് വരുന്നുണ്ട്. ഐക്യു Z9 നമുക്ക് അവിടെ 5000 mAh മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററിയും വരുന്നുണ്ട്. അപ്പോൾ ഐക്യു Z9S ആണ് ഇനി നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങേണ്ട ഒരു ഫോൺ എന്ന് പറയുന്നത്. കാരണം എത്രയോ ബെറ്ററാണ്, പക്ഷേ സെയിം പ്രൈസാണ് വരുന്നത്. ഇനി ഐക്യു Z9 പ്രൈസ് കുറയുമെന്നുള്ളത് അറിയില്ല. ഇപ്പോഴേ നോക്കുന്ന സമയത്ത് സെയിം 19,999 തന്നെയാണ് ആമസോണിൽ കണ്ടത്. ഇനി അടുത്ത ഓഫർ സമയത്തൊക്കെ തന്നെ എന്തായാലും ഇനിയിപ്പം ബിഗ് ബില്യൺ ഡേയും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ ആവാൻ ടൈമായി. അടുത്ത മാസം അല്ലെങ്കിൽ അപ്പുറത്തെ മാസമൊക്കെ അതെന്തായാലും വരും. അപ്പം നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പ് എല്ലാ ഫോൺസിനും ഉണ്ടാവും. സോ ഇപ്പൊക്കെ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് ആ ഒരു ടൈമിൽ വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി ഇതായിരിക്കും. പക്ഷേ എല്ലാത്തിനും അതിൻ്റെ ബാങ്ക് കാർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓഫറൊക്കെ തന്നെ കിട്ടുകയുള്ളൂ. അല്ലാതെ പണ്ടത്തെ പോലെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഒന്നും എവിടെയും വരുന്നില്ല. ചില ഫോൺസിനുണ്ടാവും, എന്നാലും ഭൂരിപക്ഷവും ഈ പറയുന്ന കാർഡ്സ്, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ
കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു iQOO ഈ ഒരു പ്രൈസ് റേഞ്ചിലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഇതിന് മുമ്പ് iQOO ആണ് ബെസ്റ്റ്, പക്ഷേ ഇനി തൊട്ട് iQOO ഈ ഒരു പ്രൈസ് റേഞ്ചിലൊരു ബെസ്റ്റ് ഫോൺ തന്നെയാണ് എല്ലാ രീതിയിലും. ഇപ്പം ഇതിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും അതുപോലെ തന്നെ പെർഫോമൻസ് ആണെങ്കിലും ബാറ്ററി അങ്ങനെ എല്ലാ രീതിയിലും ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് ഈ ഒരു iQOO Z9S എന്ന് പറയുന്നത്. സോ ഒന്നും നോക്കണ്ട, പോയിട്ട് വാങ്ങാം. അപ്പോൾ ഫസ്റ്റ് സെയിൽ വാങ്ങുകയാണെങ്കിൽ ആ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പോയിട്ട് വാങ്ങാൻ നോക്കുക. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.